ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം വണ്ടിക്ക് നമുക്ക് നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്യണം. അതായത് നമ്മളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആക്സിഡൻറ്റിൽ നമ്മൾ നമ്പർ പ്ലേറ്റ് ചളുങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചളുങ്ങിപ്പോയി നമ്പർ പ്ലേറ്റിന് പകരം നമ്മൾ വേറൊരു നോർമൽ നമ്പർ പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇത് ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് അല്ല, നോർമൽ നമ്മളുടെ ഒരു 200 രൂപയ്ക്ക് കിട്ടുന്ന മോഡലാണ്. പിന്നെ നമുക്ക് നമ്മുടെ ക്രാഷ് കാർഡ് തിരിച്ച് ഫിക്സ് ചെയ്യണം. ക്രാഷ് കാർഡ് ഞാൻ ഊരിണ്ടായിരുന്നു. ഈ ഭാഗത്തൊരു ബോൾട്ട് മിസ്സായിട്ട്, അതായത് ഈ 2 പോയിന്റിലാണ് നമ്മളുടെ ക്രാഷ് കാർഡ് ഫിക്സ് ചെയ്തിരുന്നത് സെൻട്രൽ ചാസിയുടെ മുകളിൽ. അപ്പോൾ റൈറ്റ് സൈഡിലെ ബോൾട്ട് മിസ്സായിട്ട് ഒരു കിടുകിട് സൗണ്ട് കേട്ടപ്പോൾ അഴിച്ചു വെച്ചിരിക്കുകയായിരുന്നു ക്രാഷ് കാർഡ്. നമുക്കത് തിരിച്ച് ഫിക്സ് ചെയ്യാം. അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. പിന്നെ വണ്ടി ഒന്ന് നന്നായി കഴുകണം. നല്ല ചെളി പിടിച്ച് വാട്ട ലുക്കിലാണ് നിൽക്കണം. കണ്ടോ, എഞ്ചിൻ്റെ ഭാഗത്തൊക്കെ ഇവിടുന്ന് ചെളി അടിച്ച് കയറി ഇവിടെയൊക്കെ നല്ല ചെളി പിടിച്ചിരിക്കണം. അപ്പോൾ അതൊക്കെ അടിപൊളിയായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യണം. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പണി. ഇതാണ് നമ്മളുടെ ക്രാഷ് ഗാർഡ് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സാധന സാമഗ്രികൾ. ഇത് നമ്മളുടെ ഈ ഒരു ബോക്സിൻ്റെ കൂടെ കിട്ടുകയാണ്. ഇതിന് ഏകദേശം ഒരു 500 രൂപയുള്ളൂ. ഫോർവേഡ് റിവേഴ്സ് ടോർക്ക് അഡ്ജസ്റ്ററാണ്. പിന്നെ 2 സ്പാനർ ഉണ്ട്. ഇത് എത്രയാണ്, 7, 8-ൻ്റെയും 10, 15-ൻ്റെയും 2 സ്പാനർ ഉണ്ട്. പിന്നെ ഇത് നമ്മളുടെ ഒരു യൂണിവേഴ്സൽ കിറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ സ്ക്രൂ ഡ്രൈവർ, എല്ലങ്കി, പിന്നെ ഒരു 3 സൈസിലുള്ള ബോക്സും ബോക്സ് സ്പാനർ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 250 രൂപയാണ് വില. ആമസോണിൽ കിട്ടാനുണ്ട്. പിന്നെ ഈ ഡ്രിൽ മെഷീനും ബിറ്റും കാര്യങ്ങളൊക്കെയാണ്. അതിവിടെ വീട്ടിലുള്ളതാണ്, അതുകൊണ്ടാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു ക്രാഷ് ഗാർഡ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പാർട്സുകൾ. അപ്പോൾ ഇത് നമുക്ക് ഉറപ്പിക്കാം. ഇതാണ് നമ്മളുടെ സെൻട്രലിലൊരു ചാസിയിൽ കൊടുക്കേണ്ട സപ്പോർട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സപ്പോർട്ടാണ് ഫിക്സ് ചെയ്യേണ്ടത്. ഈ സപ്പോർട്ട് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് ബാക്കി പാർട്സുകൾ ഫിക്സ് ചെയ്യേണ്ടത്. ആ ഒരു സപ്പോർട്ടിങ് പാർട്സ്, ഈ ഒരു നീള ഈ പാർട്ട് നമ്മൾ ഈ ഒരു ചാസിയുടെ മുകളിലേക്കാണ് കവറപ്പ് ചെയ്ത് വരുന്നത്. ഞാൻ അതിൻ്റെ ബോൾട്ടാണ് ലൂസായെന്ന് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. അപ്പോൾ അതവിടെ ഫിക്സ് ചെയ്തതിന് ശേഷം ബാക്കി നമുക്ക് ചെയ്യാം. നമ്മൾ ആ ഒരു പാർട്സ് ഉറപ്പിച്ച് കഴിഞ്ഞു. അത് ഉറപ്പിച്ചിട്ടില്ല, നമ്മൾ ലൂസാക്കി വെച്ചേക്കുകയാണ്. ഇനി അത് നമുക്ക് ബാക്കിയുള്ള പാർട്സ് ഫിക്സ് ചെയ്തതിന് ശേഷം ടൈറ്റ് ചെയ്യാം. അല്ലാണ്ട് ഇപ്പോൾ തന്നെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹോൾ കണ്ടോ, ഈ ഒരു ഹോളിലും ഈ ഒരു ഹോളിലും പിന്നെ ഈ ഒരു ഭാഗത്തുമാണ് നമുക്ക് ആ ഒരു 3 ബോൾട്ടിങ് വരുന്നത്. അപ്പോൾ ആ ബോൾട്ടിങ്ങിൻ്റെ പൊസിഷൻ മാറി വരും. അത്രയും ആക്യുറേറ്റ് ആയിട്ടൊന്നും ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പൊസിഷൻ മാറി വരണതുകൊണ്ട് നമുക്ക് ഒരു ലൂസിൽ ഈ ഒരു ബാറിനെ വെച്ചതിന് ശേഷം ബാക്കിയെല്ലാം ഓരോ ലൂസിൽ വെച്ചിട്ട് എല്ലാ ഹോളും കയറിയതിന് ശേഷം നമുക്ക് ഫുൾ ടൈറ്റ് ചെയ്യാം. നമ്മൾ 1 സൈഡ് ക്രാഷ് ഗാർഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അതും എല്ലാ ബോൾട്ടും ലൂസ് കണ്ടീഷനിൽ തന്നെയാണ് നിൽക്കുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് സൈഡ് വെച്ചതിന് ശേഷം അതിൻ്റെ ബോൾട്ടും ഇതേപോലെ ലൂസാക്കി വെച്ചിട്ട് എല്ലാം ഒരുമിച്ച് ടൈറ്റ് ചെയ്യാം. ക്രാഷ് ഗാർഡ് അങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ക്രാഷ് ഗാർഡ് ഇല്ലാത്ത സമയത്ത് നമുക്കൊരു മറ്റേ ക്യാബിൻ്റെ മുകളിൽ നോക്കുമ്പോൾ ഒരു ബൾക്കി ഫീൽ കുറഞ്ഞുണ്ടായിരുന്നു. ഇപ്പോൾ അതുകൊണ്ട് ശരിയായിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ ഈ നമ്പർ പ്ലേറ്റ് മാറ്റാം. നമ്പർ പ്ലേറ്റ് കണ്ടോ, ഈ നമ്പർ പ്ലേറ്റ് മറ്റേ ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത്. അതിന് ഒരു നമ്പർ പ്ലേറ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അടിച്ച കമ്പനി നമ്മുടെ നമ്പർ പ്ലേറ്റിന് മാത്രമായിട്ടൊരു സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ ഉള്ള നമ്പർ പ്ലേറ്റുകളാണ് ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റുകൾ. അപ്പോൾ അത് നമ്മുടെ വണ്ടിക്ക്, അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങുമ്പോൾ ആ നമ്പർ പ്ലേറ്റ് വെക്കാൻ പാടുള്ളൂ എന്നൊരു റൂളുണ്ട്. പക്ഷേ എല്ലാവരും അത് അംഗീകരിക്കാറൊന്നുമില്ല. പക്ഷേ നോർത്തേക്ക് പോകുമ്പോൾ പോലീസുകാർ പറ്റി തരാൻ ഇതൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്കിനി ഈ നമ്പർ പ്ലേറ്റ് മാറ്റാം. അതിനാണ് വാങ്ങിച്ച നമ്പർ പ്ലേറ്റിനെ ഈ ഒരു പൊസിഷനിലേക്ക് ഡ്രില്ല് ചെയ്യണം. ആ ഒരു പൊസിഷനിൽ ഹോളില്ല. അതിന് ആ പൊസിഷനിൽ ഹോളിട്ട് ഡ്രില്ല് ചെയ്ത് ഹോളിട്ടതിന് ശേഷം മാത്രമാണ് നമുക്കിനി ഇത് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഫിക്സ് ചെയ്തിട്ട് ബാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ആ പൊസിഷനിലേക്ക് ഹോളടിച്ചിട്ടുണ്ട്. ഹോളടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ നോക്കാം. നമ്പർ പ്ലേറ്റ് വീതിയപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏകദേശം രൂപം. ഇത് ഏകദേശം ഈ ഭാഗത്തായിട്ട് വരും. കറക്റ്റാണ് ഹോള്. അപ്പോൾ നമ്മളുടെ നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. നമ്പർ പ്ലേറ്റ് സ്ട്രോങ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്രാഷ് കാർഡിൻ്റെ ഫിക്സിങ് കഴിഞ്ഞു, നമ്പർ പ്ലേറ്റിൻ്റെ ഫിക്സിങ് കഴിഞ്ഞു.
പക്ഷേ വാഷ് ചെയ്യാൻ നോക്കുമ്പോഴേ അപ്പോഴേക്ക് ഇരുട്ടായി കണ്ടില്ലേ, ഇരുട്ടും പിടിയൊട്ടൊക്കെ ആയി. അപ്പോൾ ഇന്ന് എന്തായാലും വാഷിങ് നടക്കില്ല. അപ്പോൾ നമുക്ക് വാഷിങ് വേറൊരു വീഡിയോയിൽ ആക്കാം. കാരണം ഞാൻ ഫോം വാഷാണ് ചെയ്യാറ്. അപ്പോൾ ഒരു പ്രഷർ പമ്പിൽ ഫോം ഫില്ല് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അതിന് കുറേ സമയം വേണം, പിന്നെ നല്ല വെളിച്ചവും വേണം. അപ്പോൾ നമ്മളുടെ ഈ ചില പോർഷനിലേക്ക് സൂര്യ വെളിച്ചത്തിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറൊരു ദിവസം വാഷ് ചെയ്യാം. അപ്പോൾ ഇന്നെന്തായാലും ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.